എത്ര രൂപ 10% കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ചാൽ 2 വർഷം കൊണ്ട് 1452 രൂപ മടക്കി കിട്ടും? കൂട്ടുപലിശയായിട്ട് ബന്ധപ്പെട്ട സൂത്രവാക്യം A = P × 1 + R/100 N. ഇതിൽ P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ, നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുക, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക്, N നമ്പർ ഓഫ് ഇയേഴ്സ് വർഷങ്ങളുടെ എണ്ണം, A എമൗണ്ട് ബാങ്കിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്ന തുക, അതായത് നമ്മൾ നിക്ഷേപിച്ച തുകയും ബാങ്ക് തരുന്ന പലിശയും ചേർത്തതാണ് A. നമുക്കിതിൽ വില കൊടുക്കുക. ഇവിടെ 1452 രൂപ മടക്കി കിട്ടുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എക്ക് പകരം 1452 P. എത്ര രൂപയാണ് നിക്ഷേപിച്ചെന്നറിയില്ല, എത്ര രൂപ നിക്ഷേപിച്ചാൽ എന്ന ചോദ്യം. അപ്പോൾ P അതുപോലെ ഇട്ടു. ബ്രാക്കറ്റിൽ 1 + പലിശ നിരക്ക് 10%, 10/100 എത്ര വർഷം? 2 വർഷം. എന്നിന് പകരം 2 ഇട്ടു. 1452 P × ഈ 1 + 10/100 എങ്ങനെ കൂട്ടുക? 1ഉം 100ഉം ഗുണിക്കുക. 100 + 10 കൂട്ടുക, 110/100. 1 × 100, 100ഉം 10ഉം കൂട്ടി 110/100 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞതുകൊണ്ട് 110/100 × 110/100. 1452 P × ഇതിൽ അംശത്തിൽ 2 പൂജ്യങ്ങളും ഛേദത്തിലത്തെ ഒരു 100ഉം വെട്ടിപ്പോയി. ബാക്കി 11 × 11/100. ഇതിന്ന് P കാണാൻ Pയുടെ കൂടെയുള്ള × 11 × 11 / 100 സമത്തിൻ്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ P മറുഭാഗത്ത് 1452 × ഇത് റെസിപ്രോക്കലായിട്ട് ഇടണം, അതായത് അംശവും ഛേദവും പരസ്പരം മാറ്റിയിടുക. 100/11 × 11. 1452 11 കൊണ്ട് ഹരിച്ചു നോക്കൂ. 14 1 11 11, ശിഷ്ടം 3 35, 3 11 33, ശിഷ്ടം 2 22, 21 22. 1452 11 കൊണ്ട് ഹരിച്ചാൽ 132 × 100 ഇനി ഒരു 11 ഉണ്ട്. ആ 11 132 ഹരിക്കുമ്പോൾ 12 × 11 132, 12 × 100 P, അതായത് നമ്മൾ നിക്ഷേപിച്ച തുക 12 × 100 1200 രൂപ.